പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യമായി നമ്മുടെ കൂടെയാൽ താരയിലായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന നിമിഷങ്ങളാണ് ഈ തിരുമണിക്കൂർ. തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ച സമയം. ലോകത്തിൻ്റെ മുഴുവൻ്റെയും മേൽ ദൈവം സമൃദ്ധമായി കൃപ ചൊരിഞ്ഞ സമയം. കാൽവരിയുടെ വിരിമാറിൽ പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ലോകത്തിൻ്റെ മേൽ ഇത്രമാത്രം കരുണ കാണിച്ച് ലോകത്തെ വീണ്ടെടുത്ത സമയം. ആ ഒരു വലിയ ബോധ്യത്തോടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഞങ്ങളെല്ലാ ജീവിത മേഖലകളിലേക്കും നിൻ്റെ കരുണ ചൊരിയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. കർത്താവിൻ്റെ കൃപ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവപ്രദമാകുവാൻ ആ ഒരു കരുണയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മൾ നടത്തുന്ന പരിശ്രമം. ഈ ഒരു പരിശ്രമത്തിൽ കർത്താവെ, എൻ്റെ ജീവിതത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ അതിന് പറ്റിയ എളിമയും ശാന്തതയുമൊക്കെ ഹൃദയവിശാലതയും എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-ാമത് തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. സുഭാഷിതങ്ങൾ 28:13 തിരുവചനം. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ കരുണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവപ്രദമാകുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അയോഗ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കി, നമ്മുടെ ബലഹീനതകളും വീഴ്ചകളും നമ്മുടെ പോരായ്മകളും ഒക്കെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം എളിമപ്പെടുവാനായിട്ടും നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറ്റങ്ങളും കുറവുകളും, കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്ന് നമുക്ക് ഉറക്കെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തമായിട്ട് ലഭിക്കുമെന്നുള്ള കാര്യം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നത്? അതിനുള്ള ഉത്തരം കൃത്യമായിട്ടും വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 18-ാമത് തിരുവചനം പറയുന്നു: അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കുവാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിന്നോട് കരുണ കാണിക്കുവാൻ, നിന്നോട് സ്നേഹം കാണിക്കുവാൻ, നിന്നോട് കരുതൽ കാണിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ദൈവം. അത്രമാത്രം വളരെ മനോഹരമായ ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് നമ്മൾ തിരുവചനത്തിൽ കാണുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും നമ്മുടെ വീഴ്ചകളുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുക എന്നുള്ളത്. പലപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ പോലും ഏറ്റുപറയുവാൻ മടി കാണിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. കുമ്പസാരം എന്ന കൂദാശയിൽ ദൈവത്തിൻ്റെ കരുണ ശക്തമായി
ആ കുമ്പസാരിക്കുന്ന വ്യക്തിയിലേക്ക് ഒഴുകാനായിട്ടുള്ള പ്രധാന കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവെ, ഞാൻ പാപം ചെയ്തു പോയി, ഞാനൊരു വലിയ പാപിയാണ്, എൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചു പോയി എന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും എളിമയോടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടെ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃപ എന്നത് പാപമോചനമാണ്. ഒരിക്കലും വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ, അദ്ദേഹം ജനീവയിലെ മെത്രാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈകുന്നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈം ടേബിൾ എന്ന് പറയുന്നത് അദ്ദേഹം ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം കുമ്പസാരിപ്പിക്കുവാനായിട്ട് കത്തീഡ്രൽ പള്ളിയുടെ പുറകിലിരിക്കുമായിരുന്നു. കുമ്പസാരിപ്പിക്കുവാനായിട്ടിരിക്കുന്ന അവസരത്തിൽ ഒരിക്കൽ ആരും ഇല്ലാതിരുന്ന സമയത്ത് ഒരു വ്യക്തി കുമ്പസാരിക്കുവാനായിട്ട് സെൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസിൻ്റെ പക്കലേക്ക് വരികയാണ്. ഫ്രാൻസിസ് സാലസിൻ്റെ പക്കലേക്ക് വന്നിട്ട് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ആത്മീയ അനുഭൂതി ഉണ്ടായി എന്ന് പറയുകയാണ്. പക്ഷേ അത് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു സംശയം, അയ്യോ, ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ, എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ മെത്രാൻ എന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിച്ചിരിക്കുന്നത്, എന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിച്ചത്? അപ്പോൾ അതൊന്നും അറിയണമെന്നുള്ള ആഗ്രഹത്തോടെ കുമ്പസാരം കഴിഞ്ഞ് പിതാവ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ വ്യക്തി പിതാവിനോട് ചോദിച്ചു, പിതാവേ, ഞാൻ എൻ്റെ പാപങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ടും പറഞ്ഞു, ഇത്രമാത്രം ഹീനമായ പാപങ്ങളൊക്കെ പറഞ്ഞിട്ട് പിതാവിനിപ്പോൾ എന്നോട് എന്താണ് തോന്നുന്നത്? അപ്പോൾ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ പറഞ്ഞു, മകനെ, നീ ഒരു മാലാഖയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു വിഷമമായി. പിതാവ് ഉച്ച കഴിഞ്ഞുള്ള സമയം ഉറക്കച്ചടവോടെയാണോ കുമ്പസാരം കേട്ടത്? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടില്ലേ എന്നുള്ള ചിന്തയോടെ ഒന്നും കൂടെ ചോദിച്ചു, പിതാവേ, ഞാൻ പറഞ്ഞ പാപങ്ങളൊന്നും നീ കേട്ടില്ലേ? സാധാരണ എന്നെക്കുറിച്ചുള്ള മോശം അഭിപ്രായമായിരിക്കും പിതാവിൻ്റെ മനസ്സിൽ. അപ്പോൾ വീണ്ടും ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ പറഞ്ഞത്, മകനെ, നീ കുമ്പസാരമെന്ന കൂദാശയിൽ നിൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നീ ഒരു മാലാഖയാണ് എന്നുള്ള കാര്യം. അത്രമാത്രം വിശുദ്ധിയോടുകൂടെ ദൈവം നമ്മുടെ മേൽ കരുണ കാണിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയണമെങ്കിൽ, കുറ്റങ്ങൾ ഏറ്റുപറയണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. അതേസമയത്ത് സ്വയം എളിമപ്പെടാനോ വിനീതനാകാനോ സാധിക്കാതെയൊക്കെ പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു പോവുകയാണ്. നമ്മൾ വചനത്തിൽ വീണ്ടും കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞൊരു കാര്യം, എനിക്കൊരു നാണവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. കാരണം ഇത്രമാത്രം സഭയെ പീഡിപ്പിച്ചു, ഇത്രമാത്രം ഞാൻ ക്രിസ്തുവിനെ അധിക്ഷേപിച്ച വ്യക്തിയാണ്. എന്നിട്ടും കർത്താവ് എന്നോട് കരുണ കാണിച്ചു. പാപികളിൽ ഒന്നാമനാണ് ഞാൻ. എന്നിട്ടും കർത്താവിൻ്റെ വലിയ കൃപയ്ക്ക് എന്നെ യോഗ്യനാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ധ്യാനിക്കുന്നതും ഇത് തന്നെയാണ്. പ്രകാരം സ്വയം എളിമപ്പെടാനും നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാനും രമ്യതപ്പെടാനും ഒക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ വലിയ ഫലങ്ങൾ നമുക്ക് നിറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് വീണ്ടും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ 19-ാമത്തെ തിരുവചനം പറയുന്നു, ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. ദൈവത്തിൻ്റെ സന്നിധിയിൽ യഥാർത്ഥ മാനസാന്തരത്തിനായി അനുതാപത്തോടെ ആഗ്രഹിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളും. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെയും കുടുംബത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളെയും ലോകം മുഴുവനെയും ദൈവത്തിൻ്റെ കരുണയുടെ കീഴിൽ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങൾ നിൻ്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് വ്യാപരിക്കാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുവാനായി ആരാധനയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ലോകമെമ്പാടുമുള്ള സകലരും ഒത്തിരിയേറെ ആളുകൾ ഓൺലൈനിലൂടെ കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കും. ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന
ഞങ്ങളുടെ നാടിനെ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രകൃതി ദുരന്തത്തിൻ്റെ വലിയ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ജനത്തെ ആശ്വസിപ്പിക്കണമേ. നിൻ്റെ സമാധാനമായ ശാന്തിയായ സാന്നിധ്യമായി ഒത്തിരിയേറെ നല്ല മനസ്സുള്ള ആളുകളെ എൻ്റെ അവരുടെ പക്കലേക്ക് അയക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കർത്താവെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും